ഹായ്, എന്താ വർത്താനോ? സുഖല്ല. ഞങ്ങൾ രാവിലെ തന്നെ ഒരു വ്ളോഗ് ആയിട്ട് വന്നാട്ടാ. മോളെ ശിവത്തിമ മദ്രസക്ക് പോവുകയാണ്. ഞങ്ങളെ അടുക്കള ഇപ്പോഴും ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ്. മേലെ വാർപ്പിൻ്റെ മാലെ എങ്ങനെയാ ഇൻഷാല്ലാ ഒക്കെ കഴിച്ചിലാവും. അപ്പം ഇതാണ് ഞങ്ങളെ കിച്ചൺ. ഇപ്പോഴും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഗൈസ്, ഇങ്ങനെ തന്നെ. അപ്പം നമ്മളെ അടുക്കളൻ്റെ മേൽഭാഗമായിട്ടാ ഇത്. നമ്മൾ എക്സ്ട്രാ എടുത്ത സ്ഥലമാണ് ഈ കാണേണ്ടത്. ഇങ്ങനെ പോയിട്ടും വന്നിട്ട് നമ്മളെ ഫ്രണ്ടേജ് ഇവിടുന്ന് ഇങ്ങനെ കിട്ടും. ഇതൊക്കെയാണ് കണ്ട. ഇവിടെയൊക്കെ ഫുള്ള് അലമ്പാണ്, ഒന്നും സെറ്റായിട്ടില്ല. അപ്പം ശിവമോളെ എന്താണ് ഇന്നത്തെ കടി? ക്യാരറ്റ് സേമി പുട്ടും കടലയും നന്നായില്ലേ? എങ്ങനെയുണ്ട് പഞ്ചസാര ഇട്ട് പുട്ട് കഴിക്കുന്നത്? താങ്കളുടെ ഒരു ഇതെന്താണ് എക്സ്പീരിയൻസ്? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അല്ല നിങ്ങളുടെ അറിയാനാണല്ലോ നിങ്ങളോട് ചോദിക്കുന്നത്. അതെന്താ ഇഷ്ടമില്ലാത്ത? അന്നെന്താ പുട്ട് കടിച്ചാ? അന്നെന്താ പുട്ട് കടിച്ചാ? ഷെസ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഷെസ? എനിക്ക് ഇഷ്ടമാണല്ലേ അത്. നിങ്ങൾ ഏകദേശം വെറുമ്പായിട്ടിൽ എത്ര ക്യാരറ്റ് പുട്ട് കഴിക്കും? ഒരു 3 കിലോന് ഇല്ല, 2 കുറ്റി. ഞാൻ പെട്ടെന്ന് നോക്കിയില്ല, ഞാൻ ഉസ്താവ് പോ 2 കിലോനാക്കും കേട്ടോ. അപ്പോൾ ക്യാരറ്റ് പുട്ട് ഇതാ റെഡിയായി വീണ്ടും നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം എന്തായാലും ഇതിന്ന് രക്ഷമാണല്ലോ ഞങ്ങളെ, എന്ന് രക്ഷപ്പെടും നമ്മള്. കുറച്ചുകൂടി ഉറക്കനെ പറഞ്ഞിട്ട് കേൾക്കൂല. കുഞ്ഞോക്ക് ഉറക്കനെ പറയാന് ഭയങ്കര മടിയാണ്. മടിയല്ല, എന്താ പറയാ, അങ്ങനെ സംസാരം. ഞാന് ഷിയ ആണ് ഇവിടുത്തെ ലൗഡ് സ്പീക്കർ. ലക്ഷ്യമ ഞാനും ഷിയും ഇവിടുത്തെ ലൗഡ് സ്പീക്കറാണ്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഒറ്റയടിക്കാണ്ട് ഓപ്പണ് നല്ല ഒച്ച ഉണ്ടാവും. ചിലപ്പോൾ ഫുൾ ടൈം സൗണ്ട് കുറയില്ല. അപ്പം അങ്ങനെയാണ്. ഇതൊക്കെയാണ് ചേച്ചനും വലിയ സൗണ്ടൊന്നും വരില്ല. പക്ഷെ ഞാനും ഷിയും കടത്തി വിട്ടു. ലക്ഷ്യമ ഷീൻ ഷസി മദ്രസക്ക് പോകട്ടെ. ഷസാ ഇങ്ങനെ ഓല് പോയി. ഇനി നമ്മളെ പരിപാടിയൊക്കെ ഫുള്ള് തിരുമ്പിയതാട്ടോ. ഓരോ റൂമും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ റൂമിലെ കർട്ടനും ഡ്രസ്സും ഒക്കെ പൊടിയായതുണ്ട്. ഇനി ഒക്കെ ഒന്ന് തിരുമ്പിയിട്ടതാണ് ഇന്നലെ വൈകുന്നേരം പണിക്കാരൊക്കെ പോയതിൻ്റെ ശേഷം. ഒരു പോയതിൻ്റെ ശേഷമേ തിരുമ്പാനും ഇതിനൊക്കെ പറ്റുള്ളൂ. പൈപ്പും കാര്യങ്ങളൊക്കെ ഒലേക്കിലായതുകൊണ്ട് അങ്ങനെ ഒരു പോയതിൻ്റെ ശേഷം ഫുള്ള് തിരുമ്പിയിട്ടു. ഇനി ഒക്കെ ഉണങ്ങി എടുത്തേക്കണം. ഏകദേശം ഒക്കെ ഉണങ്ങിക്കണം. ഇനി ഒരു വരുമ്പോഴത്തിന് വേഗം ഇവിടുന്ന് എടുത്തും വെക്കണം. അല്ലാഞ്ഞാൽ ചിലപ്പോൾ പൊടിയൊക്കെ പാറും. നമ്മളിത് 4ാമത്തെ വീഡിയോ ആണ് എടുക്കുന്നത്. 4 ദിവസമായി നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. 3 വീഡിയോ ഇതിൽ വെറുതെ അടക്കം എടുക്കണം. തുടങ്ങി വെച്ച് കണ്ട് തുടങ്ങി വെക്കും. പിന്നെ നമുക്കത് ഫുള്ളാക്കാനുള്ള ടൈം കിട്ടൂല. എന്തെങ്കിലും കാരണം കൊണ്ട് അത് ഫുള്ളാവില്ല. അപ്പോൾ എന്താവും, അതവിടെ കിടക്കും. അങ്ങനെ 3 വീഡിയോ ഇപ്പം ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇതിലൂടെ കിടക്കുന്നുണ്ട് ഫുള്ളാക്കിയിട്ട്. ഇത് 4ാമത്തതാണ്. ഇതേ ഇടണം എന്ന് വിചാരിച്ചുണ്ട്. ഡായി കഞ്ഞി കൂടി കഴിഞ്ഞാ ഉണ്ടാക്കാനും പറ്റൂല. ഇതൊക്കെ 3 ആള് ഈ പാത്രത്തിലെ അടിയത്തെ കട്ടിങ്ങിലാണ് കൊണ്ടേന്റെ 3 ആൾ കഞ്ഞി കുടിച്ചത്. എന്നും അങ്ങനെ തന്നെ കഞ്ഞി ഫുള്ള് ബാക്കി. വലിയ പാത്രത്തിൽ കൊടുത്തിട്ടാ ചോട്ട് ചെറിയ പാത്രത്തിൽ കൊടുത്തിട്ട്. ഇപ്പൊ ചെറിയ പാത്രത്തിലായാലും ചെറിയ പാത്രം പിന്നെയും ബാക്കിയായി. ഒരു തോനെ കുടിച്ചാൽ മോശമായിട്ട് കുറ്റാക്കാം. കുട്ടികളായാലും ഇങ്ങനെ ഈ ടൈൽസേര് കഞ്ഞി കുടിച്ച് അമ്മ കളിപ്പിച്ചൂട്ടി കാട്ടിയാരിക്കാളി ഉണ്ടിട്ടാ. ആ ഷിയ കുറുമ്പിലാട്ടാ. അത് ശരിക്കും ഞാൻ എടുക്കുന്നുണ്ട്. ഷിയ കുറുമ്പിലാണ്.
ഷിയന്റെ കളറ് ഷെസക്ക് കൊടുക്കാനാവൂല ഓക്ക്. അപ്പൊ അത് വാങ്ങി കൊടുക്കാനുള്ള അത് വിചാരിച്ചിട്ട് ഓക്കുണ്ടാവില്ല കളർ കൊടുക്കണം. ഇത് കടിച്ചപ്പോഴ ചോർമ്മ പണ്ട് വേങ്ങനത്തെ വല്യപ്പല്ലേ ഉമ്മാന്റെ വല്യപ്പാൻ്റെ ഒരു അണ്ണൻ മുത്തുണ്ടേനും പിന്നെ വിറക് കൊത്തണ ഇതിന്റെ കാള് വിറക് കടിയില്ല ഞാൻ പറയണല്ല അങ്ങനെ കഞ്ഞി കുടിച്ചാൽ വരുമല്ലോ അതേമാതിരി കഞ്ഞി കുടിച്ചപ്പോ പച്ചമുളക് കൊടുത്തോ ഓക്കെ കഞ്ഞി കുടിച്ചിട്ട് കൊഞ്ഞാടി ചെവി കൊക്കിയാണ്ട് അപ്പൊ വേറൊരു അണ്ണനോട് ഒപ്പം ആ അണ്ണനോട് ചോദിച്ചാൽ എന്ത് പറ്റിയെന്ന് മുളകങ്ങ് കഴിച്ചു ചെവി അങ്ങ് കൂക്കി അവനങ്ങ് വീണു പറഞ്ഞല്ലോ എണ്ണ പോലെ ഞാൻ കടിച്ചത് എനിക്ക് അത് ഓർമ്മ തരാം ഇവിടെ അതിന്റെ ഇടയിൽ കൂടെ ഒരു കച്ചറ ഇനി കഥ അറിഞ്ഞപ്പോത്തി ഈ ഷിയ എല്ലാരും കാണുന്നിട്ട് ഷിയ ഇത് ചെയ്യേണ്ട ഒരു പ്രത്യേകത ഒരു ചുറ്റുമ്പത്തേന്റെ ഓണം ഓപ്പൺ കാര്യം നമ്മള് കണ്ണിന് വെള്ളം വരുന്നത് ചുറ്റും ഇത് ചെയ്യൊക്കെ എപ്പോഴും പോണേ നൊളോച്ചിന്റെ ഓണം സങ്കടം കൊണ്ടേ ഞാൻ മെച്ചിക്കും നൊളോച്ചാലും വെച്ചിക്കും വിഷമമാവുക വെച്ചിട്ട് അപ്പൊ തന്നെ ചുറ്റും അകടാ സിസ്റ്റർ നല്ലൊരു കുട്ടിയാണ് അവള് ഞാൻ ഇന്ത്യക്കാരെ കഞ്ഞി ഉണ്ടോ ബാക്കിയാക്കണതുകൊണ്ട് കുടിച്ചാനാളുണ്ട് മര്യാദക്ക് കഞ്ഞി ഇട്ടാത്ത ഞാൻ വെറും ഒരു കഞ്ഞിയായി മാറി പെരപ്പണി കഴിയുമ്പോ നിങ്ങൾ ശരിക്കും കഞ്ഞിയാവും കഞ്ഞി അയക്കണു ഇപ്പൊ തന്നെ എന്തടി മോളെ ഇജെന്താ മൂർക്കത്തിയാ ഇജെല്ലാം കേടെടുക്കുന്ന ആളാ അടിയിലത്തെ സൗണ്ട് കേൾക്കാരോ ഫുള്ള് രണ്ടാളവിടെ തെക്കോളി കുത്തിറന്നോളിട്ടാ ഇപ്പൊ ചെയ്തവിടെ കഞ്ഞി വള്ളിയിലാക്കും ഏത് മുട്ട അപ്പൊ എന്തിനാ ഊരി ഇത് ഷസ പിന്നെ എങ്ങനെ പോന്നു ഏതാക്കി അത്രേ ഉള്ളൂ അത് പിരി പോന്നാണ് കലിപ്പ് ഷിയന്റെ കലിപ്പ് കണ്ടു നല്ലൊരു സ്റ്റൈലുള്ളൊരു പെൺകുട്ടിന്റെ വൈത്തല ചെക്കന്മാര് പോയി അപ്പൊ ഞാൻ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ പോകണ്ടല്ലോ പേരെന്താ എനിക്ക് കേട്ടിങ്ങനെ അങ്ങനെ പറഞ്ഞേ എന്നാലും കേൾക്കാത്തവർക്കാണ് ആദ്യം ബറ്റോടിയുണ്ടാ നോക്കട്ടെ അല്ല ഇപ്പൊ പണിക്കോ അപ്പൊ ഇങ്ങനെ പോയി അപ്പൊ എന്റെ പേരെന്താ വെച്ചാലോ എന്നാ ഫുൾപ്പത്തി അറിഞ്ഞ കഥകൾ കുറേ ഉണ്ട് പറയാ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുളക് ചങ്ങാണ്ടായി ഇപ്പൊ പഴയമായിട്ട് വൈബും ലൈനാക്കലും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഹായ് മച്ച അങ്ങനെയല്ലേ ഉള്ളൂ ആദ്യത്തെ വൈബൊക്കെ പോയി ഇപ്പൊ ഈ കഞ്ഞി കുടിച്ചാ അല്ലാത്ത കഞ്ഞി കഴിയാനായപ്പോ ചെറുക്കൊരു പേടി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം പിന്നെ കഞ്ഞിയൊന്നും വേണ്ട ചേക്ക് കളറും ഇല്ല ഈ കോണി സ്റ്റെപ്പും കൂടി ചെയ്യാണ്ട് കേട്ടോ ബാക്കിയുള്ളൊക്കെ ഏകദേശമൊക്കെ അൽഹംദുലില്ലാ സെറ്റായി ഇതൊക്കെയാണ് നമ്മളെ റൂമ് ഈ റൂമ് ഇത് നമ്മൾ ആദ്യത്തെ തായേരെ റൂമാക്കിയത് കണ്ടില്ല ചുമര് ഇവിടെ വേറെ വെച്ചതാണ് ഇത് നമ്മളെ റൂമ് പിന്നെ ഇതാ ഇത് ലിവിങ് ആക്കിയ സ്ഥലം ലൈറ്റ് ഒന്ന് ഓണാക്കിയിട്ട് ചേട്ടാ ചെറിയ അഗാപത ഉണ്ട് അങ്ങനെ പോയാൽ നമ്മളെ ഫ്രണ്ടേജ് എന്തായിന്ന് കാണിച്ചു തരാം ഈ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ ആയി കിടക്കേണ്ടത് കണ്ടോ അതാണിപ്പോൾ നമ്മളെ വീടിൻ്റെ ഏകദേശം ഒരു ചിത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ അവിടെ ഭായിമാർ പണിയുന്നുണ്ട് ഇതാണ് സ്റ്റെയർ നമ്മളെ കിച്ചൺ ഇതാ പണി നടക്കുകയാണ് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഗ്രാനൈറ്റ് പോളിഷ് ചെയ്യണം വക്ക് പോളിഷ് ചെയ്യാം പരിപാടിയാണ് നമ്മളെ കിച്ചണിൻ്റെ വർക്ക് അൽഹംദുലില്ലാ അത്ര പറയാൻ മതി സെറ്റ് ആയിട്ടുണ്ട് ഏകദേശമൊക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ടാക്കുക ഓക്കെ ബൈ